എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി 4 മണിക്കൊക്കെ നമുക്ക് നല്ല ടേസ്റ്റിൽ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സ്നാക്സ് ആണ്. നേന്ത്രപ്പഴവും ഉള്ളിൽ നല്ലൊരു ഫില്ലിംഗ് ഒക്കെ വന്നിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഈ ഒരു സ്നാക്സ് തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 5 നേന്ത്രപ്പഴം അഥവാ ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഈ ഒരു സ്നാക്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പഴം എടുക്കുമ്പോൾ ഒരുപാട് പഴുത്ത് പോയിട്ടുള്ള പഴം എടുക്കരുത് കേട്ടോ. പഴം നല്ല പഴുത്തിട്ട് മധുരമൊക്കെ ഉണ്ടായിരിക്കണം. ഒരുപാട് മോശമായിട്ടുള്ള പഴം എടുക്കരുതെന്നേ ഉള്ളൂ. കാരണം ഒരുപാട് പഴുത്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്കിത് കറക്റ്റായിട്ട് ചെയ്തിട്ടെടുക്കാൻ പറ്റത്തില്ല. ഇനി ഈ ഒരു പഴം നമുക്കൊന്ന് പുഴുങ്ങിയിട്ടെടുക്കാം. നിങ്ങൾ എങ്ങനെയാണോ സാധാരണ പഴം പുഴുങ്ങുന്നത് ആ ഒരു രീതിക്ക് തന്നെ പുഴുങ്ങിയാൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു സ്റ്റീമറിൽ വെച്ചിട്ടാണ് കേട്ടോ പഴം പുഴുങ്ങിയിട്ടെടുക്കുന്നത്. ആവി നല്ല പോലെ തന്നെ വന്നതിന് ശേഷം ഓരോ പഴം എടുത്തിട്ട് രണ്ടായിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഈ ഒരു മൂടി വെച്ച് അടച്ചു വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ നമുക്ക് ഈ ഒരു പഴം ഒന്ന് പുഴുങ്ങിയിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ പഴം ഞാൻ നല്ല പോലെ തന്നെ ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ആ ഒരു പഴത്തിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ഫോർക്കോ കത്തി വെച്ചിട്ട് ഇതിലൊന്ന് കുത്തി നോക്കുക. അപ്പോൾ ഇതിവിടെ നല്ല സ്മൂത്തായിട്ട് തന്നെ ഇറങ്ങിപ്പോകുന്നുണ്ട്. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് നമുക്ക് ഈ ഒരു പഴം ഉടച്ചിട്ട് ഒരു മാവ് പരുവത്തിൽ നിന്ന് ഉരുട്ടിയെടുക്കേണ്ടതാണ് കേട്ടോ. നമ്മൾ ഉന്നക്കായ്ക്ക് വേണ്ടിയിട്ട് പഴം പുഴുങ്ങി ഉടച്ചൊരു മാവ് പരുവത്തിനാക്കി എടുക്കത്തില്ലേ, അതുപോലെ തന്നെ നമ്മളൊന്ന് ചെയ്തിട്ടെടുത്താൽ മതി. അപ്പോൾ പഴത്തിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഉള്ളിൽ ഈ ഒരു കറുത്ത കുരു ഇല്ലേ, ആ ഒരു കുരു നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞേക്കാം. അപ്പോൾ ഇതുപോലെ ഒരു ഉള്ളിലെ ഒരു കറുത്ത കുരു കട്ട് ചെയ്തിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക. ഇത് നമ്മൾ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ വേണം കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മളിത് ഉടച്ചിട്ടെടുത്താൽ എല്ലാ ഭാഗവും നല്ല പോലെ തന്നെ നമുക്ക് ഉടഞ്ഞ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ പഴം കട്ട് ചെയ്ത് ഇതുപോലെ ഉള്ളിലെ ഒരു കുരു കളഞ്ഞ് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് നമുക്കൊരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു തവിയോ വെച്ചിട്ട് നല്ല പോലെ തന്നെ ആദ്യം ഒന്ന് ഉടച്ചു കൊടുക്കുക. ഇതുപോലെ ആ ഒരു ചൂട് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മളിത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണേ. പഴം ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ നല്ല പോലെ തന്നെ ഒന്ന് ഉടച്ച് ഒട്ടും തന്നെ ഇതിൽ കഷ്ണങ്ങൾ കിടക്കാൻ പാടില്ല കേട്ടോ. ആ ഒരു മാവ് പരുവത്തിന് കിട്ടുന്ന ഒരു രീതിക്ക് തന്നെ വേണം നമ്മൾ ഉടച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്കിത് കൈ കൊണ്ട് പരത്തിയൊന്നും എടുക്കാൻ പറ്റില്ല. നന്നായിട്ട് തന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക. ഒട്ടും തന്നെ കട്ടകളില്ലാതെ ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്തതിന് ശേഷം കൈവച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കാം. നമ്മൾ മാവൊക്കെ കുഴക്കുന്ന പോലെ തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കാം കേട്ടോ. ഇങ്ങനെ നമ്മൾ കുഴച്ചെടുക്കുന്ന സമയത്ത് ഈ ഒരു പഴത്തിന് ഇത്രയും കട്ടിയില്ലെങ്കിൽ കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ഇതിലേക്ക് കുറച്ച് അരിപ്പൊടിയോ വളരെ കുറച്ച് മാത്രം ബ്രെഡ് ക്രംസോ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു പാകത്തിനൊന്ന് കുഴച്ചിട്ടെടുത്താൽ മതി. ഇതിപ്പോൾ കണ്ടില്ല, ഒട്ടും തന്നെ കട്ടകളൊന്നും ഇല്ലാതെ നല്ല മാവ് പരുവത്തിന് തന്നെ നമ്മൾ ഉന്നക്കായ്ക്കൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഞാനൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം കേട്ടോ അടച്ച്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു അരക്കപ്പ് അളവിൽ ചെറുപയറാണ്. ചെറുപയർ നമ്മൾ എടുക്കുന്ന സമയത്ത് സാധാരണ നമ്മൾ കുതിർത്തിയിട്ട് വേവിക്കുന്ന ഒരു രീതിക്ക് വേണമെങ്കിൽ വേവിച്ചിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഇത് കുതിർക്കാതെ തന്നെയാണ് കേട്ടോ വേവിച്ചിട്ട് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ചെറുപയർ നല്ല പോലെ തന്നെ കഴുകി ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1-2 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് മാത്രം ഉപ്പും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പ് ഒരുപാട് കൂടി പോകരുത്, വളരെ കുറച്ച് മാത്രം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ടെടുക്കാം. എന്നിട്ട് മൂടി വെച്ച് അടച്ചു വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചിട്ടെടുക്കുക. ഇത് കുതിർക്കാത്തതായതുകൊണ്ട് തന്നെ ഒരു 6 വിസിലോളം വേണ്ടി വന്നു എനിക്കിതൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട്. കുതിർത്തിയിട്ടെടുത്ത ചെറുപയറാണെങ്കിൽ ഇത്രയും വിസിലിൻ്റെ ആവശ്യമില്ല. നല്ല പോലെ തന്നെ ആവി പോയതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ചെറുപയർ വെന്ത് ഒരുപാടങ്ങ് ഉടഞ്ഞു പോകരുത്, നന്നായിട്ട് ചെറുപയർ വേകണം. പക്ഷേ ഇതുപോലെ ഓരോന്നായിട്ട് കിടക്കുന്ന ഒരു രീതിക്ക് തന്നെ വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഈ ചെറുപയർ ഒരു അരിപ്പയിലേക്ക് ഊറ്റി അതിൻ്റെ വെള്ളമൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് കളഞ്ഞിട്ടെടുക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് ഞാനൊരു 200 ഗ്രാമോളം ശർക്കര ചേർത്ത് കൊടുക്കുകയാണ്. ശർക്കരയ്ക്ക് പകരം നിങ്ങൾക്ക് ഇതിലേക്ക് പഞ്ചസാര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ മധുരത്തിനായിട്ട്. അപ്പോൾ ശർക്കരയിലേക്ക് ഒരു അരക്കപ്പോളം വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയിട്ടെടുക്കാം. അപ്പോൾ ശർക്കര നമുക്കിവിടെ നന്നായിട്ട് തന്നെ ഉരുക്കി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഉരുക്കിയെടുക്കുന്ന സമയത്ത് ശർക്കരക്കകത്തൊക്കെ എന്തെങ്കിലും കരടുകൾ കാണും. അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് അരിച്ചിട്ട് വേണം പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതുപോലൊരു പാനിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ കാഷ്നട്ട് ഇതുപോലെ ചെറിയതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കിയിട്ടെടുക്കാം. കാഷ്നട്ടൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. കാഷ്നട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഉണക്കമുന്തിരി ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഇതിലേക്ക് 1 കപ്പ് അളവിൽ തേങ്ങയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തേങ്ങയുടെ ഒരു പച്ച ചെവിയൊന്ന് മാറി വരുന്നിടം വരെ നല്ല പോലെ തന്നെ ഇതുപോലെ നമ്മൾ ഇളക്കി കൊടുക്കണേ. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇത് രണ്ടും കൂടി ചേർത്ത് നല്ല പോലെ തന്നെ ഇളക്കിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു ചെറുപയറില്ലേ, ചെറുപയറിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. ആ ഒരു ചെറുപയറും കൂടി ചേർത്തൊന്ന് ഇളക്കിയിട്ടെടുക്കുക. ചെറുപയറും ഇതിലേക്ക് എടുത്ത് നല്ല പോലെ തന്നെ ഒന്ന് ചൂടായിട്ട് വരണം.
അപ്പോൾ ചെറുപയറും ഇതിൽ കിടന്ന് നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ആദ്യമേ തന്നെ മുഴുവൻ ശർക്കരപ്പാൻ ഒഴിച്ചു കൊടുക്കേണ്ട. ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് നോക്കുക. നിങ്ങൾക്ക് എത്രത്തോളം മധുരം വേണോ അതിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ശർക്കരപ്പാനിയും കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് ഇളക്കിയിട്ടെടുക്കുകയാണ്. ചെറിയൊരു വെള്ളമയം പോലെ ഉണ്ട്. ആ ഒരു വെള്ളമയം മാറി ഒന്ന് ഡ്രൈ ആയി കിട്ടുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഒരു വെള്ളമയൊക്കെ മാറി ഇതുപോലെ ഒന്ന് ഡ്രൈ ആയി വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല മാവ് പരുവത്തിൽ നിന്ന് കുഴച്ചെടുത്ത് വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴമാണിത്. ചെറിയൊരു പാത്രത്തിൽ ഇതുപോലെ കുറച്ച് എണ്ണയും കൂടെ നമ്മളൊന്ന് എടുത്ത് വെച്ചേക്കുക. ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് എണ്ണ ഇതുപോലെ ഒന്ന് ആക്കിയതിന് ശേഷം ഏത്തപ്പഴത്തിൻ്റെ ഒരു മിക്സിയിൽ നിന്ന് ചെറിയൊരു ഉരുള എടുത്തിട്ട് കൈ കൊണ്ട് നല്ല പോലെ തന്നെ ഒന്ന് ഉരുട്ടിയിട്ടെടുക്കുക. അപ്പോൾ കൈ കൊണ്ട് നല്ല പോലെ തന്നെ കുഴച്ച് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് തന്നെ നമുക്കൊന്ന് പരത്തിയിട്ടെടുക്കാം കേട്ടോ. ഇതുപോലെ ഇതിപ്പോൾ കണ്ടില്ലേ, കൈ വെച്ചിട്ട് തന്നെ ഞാനൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യമേ പഴം ഉടച്ചെടുക്കുന്ന സമയത്ത് നല്ല പോലെ തന്നെ ഒട്ടും തന്നെ കട്ടകളില്ലാതെ ഒന്ന് ഉടച്ചൊന്ന് കുഴച്ചെടുത്താൽ മാത്രമേ ഇതുപോലെ നമുക്കൊന്ന് പരത്തിയെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ സെൻട്രലായിട്ട് നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു ചെറുപയറിൻ്റെയും ആ ഒരു തേങ്ങയുടെയൊക്കെ ഒരു മിക്സില്ലേ, അതിൻ്റെ ചൂട് ചെറുതായിട്ട് കുറഞ്ഞതിന് ശേഷം വേണ്ടിയിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് വെച്ച് കൊടുത്താലും നമുക്കിത് ഉരുട്ടിയൊക്കെ എടുക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഒരു 1.5 ടീസ്പൂണോളം ഇതിലേക്ക് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫില്ലിങ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക ഒരു സൈഡും എല്ലാം. എന്നിട്ട് കൈ കൊണ്ട് പതിയെ പ്രസ് ചെയ്ത് വേണം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇതിവിടെ ഈ ഒരു ഷേപ്പാക്കിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒന്ന് ചെയ്തിട്ട് എടുക്കാം. കുറച്ച് ഇതുപോലെ പഴത്തിൻ്റെ മിക്സ് എടുത്തിട്ട് കൈ കൊണ്ടൊന്ന് പരുത്തുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് ഒരു ഷേപ്പാക്കി എടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാം ഞാൻ ഈ ഒരു ഷേപ്പാക്കി ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ വേറൊരു പാത്രത്തിലേക്ക് നമുക്കൊരു 1/2 കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കാം. ഈ ഒരു മൈദയിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഇതുപോലെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് ഈ ഒരു ബാറ്റർ നമ്മളൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കുക. ഈ ഒരു ബാറ്റർ നമ്മൾ റെഡിയാക്കുന്ന സമയത്ത് ഇത് ഒരുപാട് കട്ടിയായിട്ട് ഇരിക്കാനും പാടില്ല, എന്നാൽ ഒരുപാട് ലൂസായി പോവുകയും ചെയ്യരുത്. വെള്ളം ചേർത്ത് നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും ഇതുപോലെ ഇങ്ങനെ ഒഴുകി പോവുകയും ചെയ്യണം. എന്നാൽ അത്യാവശ്യം ഒരു കട്ടിയുണ്ട്. ഈ ഒരു പരുവത്തിന് വേണ്ടിയിട്ട് നമ്മളിത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് മൈദയ്ക്ക് 1 കപ്പോളം വെള്ളം ഞാൻ മിക്സ് ചെയ്യാൻ എടുത്തിരുന്നു. അതിൽ എനിക്ക് ഏകദേശം ഒരു 3-4 ടേബിൾ സ്പൂണോളം വെള്ളം മാത്രമേ മിച്ചം വന്നിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ ഒരു പരുവത്തിനൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ കുറച്ച് ബ്രെഡ് ക്രംസ് ആണ്. ഇനി ഇത് ഓരോന്നും എടുത്തിട്ട് ആദ്യം ഈ ഒരു മൈദയുടെ ഈ ഒരു മിക്സിൽ നല്ല പോലെ തന്നെ മുക്കിയിട്ടെടുക്കുക. അതിനുശേഷം അതിൻ്റെ എല്ലാ ഭാഗത്തും ഒരു ബ്രെഡ് ക്രംസ് ആകുന്ന രീതിയിൽ നമ്മൾ ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഒരു മൈദയുടെ മിക്സിൽ മുക്കി ഇതുപോലെ എല്ലാത്തിലും തന്നെ ഞാൻ ബ്രെഡ് ക്രംസ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇത് ഇപ്പോൾ തന്നെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഫ്രൈ ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഒരു 10-15 മിനിറ്റ് നമ്മളിത് ഫ്രീസറിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ ഒട്ടും തന്നെ ഇതിൽ എണ്ണ കുടിക്കത്തില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു 15 മിനിറ്റോളം ഫ്രീസറിലേക്ക് എടുത്ത് വെച്ച് കൊടുത്തിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്ത് നല്ല പോലെ തന്നെ ചൂടായിട്ട് കിടക്കുകയാണ്. നല്ല ചൂടായിട്ട് കിടക്കുന്ന എണ്ണയിലേക്ക് തന്നെ വേണം നമ്മളിത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് വേണം കേട്ടോ നമ്മൾ ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. പുറമേ മാത്രം നമുക്കൊന്ന് ക്രിസ്പി ആയി കിട്ടിയാൽ മതി. ഉള്ളൊക്കെ നല്ല പോലെ തന്നെ നമ്മൾ വേവിച്ചിട്ടെടുത്താണ്. കട്ട്ലേറ്റ് ഒക്കെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാറില്ലേ, അപ്പോൾ അതുപോലെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്ത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് എണ്ണയ്ക്കകത്ത് നിന്ന് എടുക്കാനാണ്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് എണ്ണയ്ക്കകത്ത് നിന്ന് എടുത്തേക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ പഴവും ചെറുപയറും വെച്ചിട്ടുള്ള ഉള്ളിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിങ്ങും പുറമേ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഈ ഒരു സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് കേട്ടോ. നമ്മളൊരു ഉന്നക്കായൊക്കെ കഴിക്കുന്ന പോലെ തന്നെ ഉള്ളിലെ ഒരു ഫില്ലിങ് ഞാൻ ചെറുപയറൊക്കെ വെച്ചിട്ടൊന്ന് ചെയ്തെന്നേ ഉള്ളൂ. കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സ് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു നേന്ത്രപ്പഴവും ചെറുപയറും ഒക്കെ വെച്ചിട്ടുള്ള ഈ ഒരു സ്നാക്സിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുകയും ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ പുതിയ റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.